ഹലോ, ഗുഡ് ഈവനിങ് ആൾ. വെൽക്കം. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കനേഡിയൻ ലിറ്ററേച്ചറിന്റെ കണ്ടിന്യൂഷൻ മിഖായിൽ ഒണ്ടാച്ചി തൊട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. മിഖായിൽ ഒണ്ടാച്ചി ഈസ് എ വെരി പ്രോമിനന്റ് റൈറ്റർ ഇൻ കനഡ. ആൻഡ് മിഖായിൽ ഒണ്ടാച്ചിനെ നമുക്ക് നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇൻ ദ സെൻസ് ദാറ്റ് ഒരുപാട് തവണ നെറ്റിൽ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പേഷ്യന്റ് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള നോവലുണ്ട്. മാത്രമല്ല അത് മൂവി അഡാപ്റ്റഡ് ആയിട്ടുള്ള നോവൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മിഖായിൽ ഒണ്ടാച്ചി എന്ന് പറയുന്ന ഒരു ശ്രീലങ്കൻ ബോൺ കനേഡിയൻ പോയിറ്റ് ആണ് മിഖായിൽ ഒണ്ടാച്ചി. Fiction writer, essayist, novelist, editor, and filmmaker. However, he first achieved critical acclaim as a poet with the early collection like The Dainty Monsters in 1967, Rat Jelly in 1980, and his long poem called The Man with Seven Toes, published in 1969. ഇതാണ് അദ്ദേഹത്തിന്റെ മേജർ ആയിട്ടുള്ള ക്രിട്ടിക്കൽ അക്ലൈം എന്ന് പറയുന്നത്, ക്രിട്ടിക്കൽ വർക്ക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നന്നായിട്ട് പോപ്പുലർ ആവുന്നുണ്ട്. ഏതൊക്കെയാണ്? ദ ഡൈൻറ്റി മോൺസ്റ്റേഴ്സ്, the rat jelly, and his long poem The Man with Seven Toes. Okay, and അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, he won Governor General's Award 5 times. Listen, 5 times he won that award, and he won Booker Prize for the English Patient. English Patient ആണ് അദ്ദേഹത്തിന് ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. മൂവി അഡാപ്റ്റേഷൻ ഉണ്ട്. 1996 എങ്ങാണ്ടാ തോന്നുന്നത് ദ ഇംഗ്ലീഷ് പേഷ്യന്റ് എന്ന് പറയുന്ന മൂവി വന്നിട്ടുണ്ട്. മാക്സിമം നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ മൂവി കാണാൻ ശ്രമിക്കുക കേട്ടോ. നല്ല രസമുള്ള ഒരു നോവലാണ് മിഖായിൽ ഒണ്ടാച്ചിയുടെ ഇംഗ്ലീഷ് പേഷ്യന്റ്. അദ്ദേഹത്തിന്റെ നോട്ടബിൾ വർക്ക്സ് ഏതൊക്കെയാണ്? ഇംഗ്ലീഷ് പേഷ്യന്റ്, റണ്ണിംഗ് ഇൻ ദ ഫാമിലി, ഡിവസഡാറോ, ഇൻ ദ സ്കിൻ ഓഫ് എ ലയൺ, കമ്മിങ് ത്രൂ സ്ലോട്ടർ, വാർലൈറ്റ്, എക്സെട്ര. ഇമ്പോർട്ടന്റ് ആണ്. ഈ വർക്ക്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. മിഖായിൽ ഒണ്ടാച്ചി ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കുക കേട്ടോ. ഇംഗ്ലീഷ് പേഷ്യന്റ് എന്ന് പറയുന്നത് ഒരു 1992 നോവലാണ്. ദ ബുക്ക് ഫോളോസ് 4 dissimilar people brought together at an Italian villa during the Italian campaign of Second World War. അതായത് എന്താ പറയാ, അവര് നാലോ അതിലധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. എനിവേസ് 4 പീപ്പിളിനെ, ഡിസിമിലർ ആയിട്ടുള്ള പീപ്പിളിനെ ഒന്നായിട്ടൊരു വില്ലയ്ക്കകത്ത് കൂട്ടി യോജിപ്പിക്കുന്ന ഒരു സ്റ്റോറിയാണ് ഇതിന്റെ തുടക്കത്തില്. ആൻഡ് ദ 4 മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? അൺറെക്കഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു ബേൺഡ് ആയിട്ടുള്ള മാൻ. ഈ വില്ലയ്ക്കകത്ത് വന്നിരിക്കുന്ന ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധത്തിൽ പരിക്ക് പറ്റിയ ഒരു ബേൺ ആയിട്ടുള്ള, അതായത് പ്ലെയിൻ ക്രാഷിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയതാണ്. സോ ഹി ഈസ് ബീൻ കംപ്ലീറ്റ്ലി ഒരു 90% ബേൺ ചെയ്തിട്ട് കിടക്കുകയാണ്. ആൻഡ് എപ്പോണിമസ് പേഷ്യന്റ് എന്നാണ് ഈ സത്യം പറഞ്ഞാൽ ഇയാളെ വിളിക്കുന്നത്, ഈ ബേൺഡ് മാനെ പേഷ്യന്റ് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പ്രിസ്യൂം ടു ബി ഇംഗ്ലീഷ് ആൻഡ് ഹിസ് കനേഡിയൻ ആർമി നേഴ്സ്. ഒരു നേഴ്സ് ഉണ്ട് അദ്ദേഹത്തിന് ക്യൂർ ചെയ്യാൻ. ആൻഡ് എ സിക്ക് ബ്രിട്ടീഷ് ആർമി സേപ്പർ ആൻഡ് എ കനേഡിയൻ ഹു ഡിസ്ക്രൈബ്സ് ഹിംസെൽഫ് ആസ് എ തീഫ്. അങ്ങനെ ഇവർ 4 പേരാണ് ഈ ഒരു വില്ലയ്ക്കകത്തുള്ളത്. അവരുടെ കഥയാണ് ഇതിനകത്ത് തുടക്കത്തിൽ പറയുന്നത് ഇംഗ്ലീഷ് പേഷ്യന്റിനകത്ത്. ദ സ്റ്റോറി occurs during the North African campaign and centers on the incremental revelation of the patient's action prior to his injuries and the emotional effects of these revelation on other characters. അതായത് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് നോർത്ത് ആഫ്രിക്കൻ ക്യാമ്പയിനിൽ ആണ് നടക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഈ പേഷ്യന്റ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ വില്ലയ്ക്കകത്തുള്ള ഈ പേഷ്യന്റിന്റെ കഥ, ആക്ഷൻസിനെ കുറിച്ചിട്ടാണ് ഇംഗ്ലീഷ് പേഷ്യന്റ് പറയുന്നത്. ലൈക്ക് ഇതിന് മുന്നേ, അതായത് അദ്ദേഹത്തിന് ഈ പരിക്ക് പറ്റുന്നതിന് മുന്നേ, ഈ വില്ലയ്ക്കകത്ത് ആളുകൾ വരുന്നതിന് മുന്നേ അദ്ദേഹത്തിന് എന്താ സംഭവിച്ചു, അദ്ദേഹത്തിന്റെ റോൾ എന്തായിരുന്നു എന്നാണ് ഇംഗ്ലീഷ് പേഷ്യന്റിന്റെ കഥ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ ബുക്ക് 1, അതായത് നമ്മുടെ ഇംഗ്ലീഷ് പേഷ്യന്റ് എന്ന് പറയുന്നത് അൽമൈഷി എന്ന് പറയുന്ന ക്യാരക്ടർ, അദ്ദേഹത്തിന് ഒരു വലിയ നല്ലൊരു പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയം മുഖേന അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ബിട്രയൽ സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ടി വരുന്നു. ആൻഡ് ഈവൻ ദോ അദ്ദേഹത്തിന്റെ പ്രണയ ബന്ധത്തിലുള്ള ആ സ്ത്രീ മരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആൻഡ് അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് ഇത് വരുന്നത്. അടിപൊളി നോവൽ ആൻഡ് മൂവി അഡാപ്റ്റേഷൻ ഉണ്ട്. യു കെൻ വാച്ച് ഇറ്റ് ഇൻ നെറ്റ്ഫ്ലിക്സിലോ എവിടെയോ ഉണ്ട്, ഐ ഡോണ്ട് നോ ഏതാണെന്ന്. യു ക്യാൻ വാച്ച് ഇറ്റ് എനിവേസ്. ദ ബുക്ക് won 1992 Booker Prize in 1992 Governors General's Awards and 2018 Golden Man Booker Prize Award and all. Okay, the book was adapted into 1996 film with the same title, English Patient. Okay, and പിന്നെയുള്ളതാണ് In the Skin of a Lion എന്ന് പറയുന്ന വർക്ക്. 1987 ഈ വർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. In the Skin of a Lion. The novel fictionalizes the lives of immigrants who played a large role in the building of a city of Toronto, but whose contribution never became part of the city's official history. ആൻഡ് എന്താ പറയുക, സത്യം പറഞ്ഞത് ഒരു ഫിക്ഷണലൈസ്ഡ് ആയിട്ടുള്ള നോവലാണ്. ഇൻ ദ സെൻസ് ദാറ്റ് ഒരു ഇമിഗ്രൻസ് ഹു പ്ലേഡ് എ ലാർജ് റോൾ ഇൻ ദ ബിൽഡിംഗ് ഓഫ് സിറ്റി ഓഫ് ടൊറോണ്ടോയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. പക്ഷെ ഹി വാസ് എൻ ഇമിഗ്രന്റ് ബട്ട് ഹൂസ് കോൺട്രിബ്യൂഷൻ നെവർ ബിക്കേം എ പാർട്ട് ഓഫ് ദ സിറ്റീസ് ഒഫീഷ്യൽ ഹിസ്റ്ററി. അദ്ദേഹത്തിന്റെ സിറ്റി ഒഫീഷ്യൽ ഹിസ്റ്ററിക്കകത്ത് അതിന്റെ ഒരു പേര് പോലും, നാമദർശനം പോലും വന്നിട്ടില്ല. പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ബിക്കോസ് ഹി വാസ് എൻ ഇമിഗ്രന്റ്. ഓക്കെ, ഹി വാസ് എൻ ഇമിഗ്രന്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെ മെൻഷൻ ചെയ്യപ്പെടുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒഫീഷ്യൽ ഹിസ്റ്ററിക്കകത്ത്. അങ്ങനത്തെ ഒരു
സ്റ്റോറിയാണ് ദ സ്കിൻ ഓഫ് എ ലയൺ പറയുന്നത്. ഒണ്ടാച്ചി's more famous 1992 novel English Patient is in part is equal to in the skin of a lion. സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ സീക്വൽ ആയിട്ടാണ് ഇംഗ്ലീഷ് പേഷ്യന്റ് വന്നിട്ടുള്ളത് എന്നാണ് പ്രമുഖർ പറയുന്നത്. കണ്ടിന്യൂ ഇൻ ദ ക്യാരക്ടർ ഓഫ് ഹാന എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? സോറി, നേരത്തെ കഴിഞ്ഞ നോവലിലെ നേഴ്സ് എന്ന് പറഞ്ഞില്ലേ, പേഷ്യന്റിനെ നോക്കുന്ന നേഴ്സ്, അദ്ദേഹത്തിന്റെ പേര് ഹാന എന്നാണ്. ആൻഡ് the Caravaggio, as well as revealing the fate of the novel's main character, Patrick Lewis, etc. And ഹാനയ്ക്ക് ഇതിനകത്തും വരുന്നുണ്ട്, ഇൻ ദ സ്കിൻ ഓഫ് ലയണിലും വരുന്നുണ്ട് കേട്ടോ. അനിൽസ് ഗോസ്റ്റ് ആണ് നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത്. 2000-ലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഒണ്ടാച്ചി സെറ്റ് അനിൽസ് ഗോസ്റ്റ് ഇൻ ഹിസ് ഹോംലാൻഡ് ഓഫ് ശ്രീലങ്ക. ശ്രീലങ്കയിലാണ് അനിൽസ് ഗോസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡ്യൂറിംഗ് ദ ടർബുലന്റ് പീരിയഡ് ഓഫ് ശ്രീലങ്ക ഫ്രം ദ mid 1980s to early 1990s, the characters in Anil's Ghost face the everyday struggle of living in a വാറിംഗ് നേഷൻ, ഒരു വാറിംഗ് നേഷനിലുള്ള കണ്ടീഷൻസ് ഒക്കെയാണ് അനിൽസ് ഗോസ്റ്റ് പറയുന്നത്. അതായത് എവറിഡേ സ്ട്രഗിൾ. ലിസൺ, നമ്മളിപ്പം ഒരു വാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മൊമെന്റ് ആണ്. സോ അവിടെ ഉണ്ടാവുന്ന ആളുകൾ ഇപ്പൊ നമ്മൾക്ക് പിക്ചോറിയൽ റെപ്രസെന്റേഷനിലൂടെ നമുക്ക് കാണുന്നുണ്ട്, ഇമേജസ് ആയിട്ട് കാണുന്നുണ്ട് ഹൗ ദേ ഫേസസ്. സോ എവറിഡേ സ്ട്രഗിൾ, എവറിഡേ ദേ ആർ സ്ട്രഗിളിങ്. സോ അതെല്ലാമാണ് അനിൽസ് ഗോസ്റ്റിൽ വരുന്നത്. ദ നോവൽ പ്ലേസസ് എ മേജർ ഫോക്കസ് ഓൺ വാർ ആൻഡ് ഇറ്റ്സ് എഫക്ട് ഓൺ ഇൻഡിവിജ്വൽസ്, families and entire societies. Follows the life of Anil Tisera, a native Sri Lankan who left to study in Britain and then United States on a scholarship, during which time has she became a forensic pathologist. Okay, Anil Tisera എന്ന് പറയുന്ന ആളുടെ കഥയാണ്. And she is a native Sri Lankan and she went to Britain and പിന്നീട് അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലോട്ട് പോകുന്നുണ്ട് ഒരു സ്കോളർഷിപ്പിന്റെ ബേസിൽ. ആൻഡ് ഷി ബിക്കംസ് എ ഫോറൻസിക് പാത്തോളജിസ്റ്റ്. അതാണ് അനിൽസ് ഗോസ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത്. അടുത്ത വർക്ക് എന്ന് പറയുന്നത് വാർലൈറ്റ് ആണ്. 2018 നോവലാണ് വാർലൈറ്റ്. റീസെന്റ് ആയിട്ട് ഇറങ്ങിയതാണ് വാർലൈറ്റ്. ഇൻ ലണ്ടൻ നിയർ ദ എൻഡ് ഓഫ് വേൾഡ് വാർ സെക്കൻഡ്, 14-year-old Nathaniel and his sister Rachel are left in the care of an enigmatic figure named the Moth. Their parents have moved to Singapore. ഇതിന്റെ ആണ് വാർലൈറ്റ്. ലണ്ടനിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് വേൾഡ് വാർ സെക്കൻഡിന്റെ കാലഘട്ടത്തിൽ ഒരു 14 വയസ്സുകാരനായിട്ടുള്ള നഥാനിയൽ ആൻഡ് ഹിസ് സിസ്റ്റർ റേച്ചൽ ആർ ലെഫ്റ്റ് ഇൻ ദ കെയർ ഓഫ് എൻ എനിഗ്മാറ്റിക് ഫിഗർ നെയ്മഡ് ദ മോത്ത്. ഓക്കെ, ആൻഡ് ഇതാണ് വാർലൈറ്റിന്റെ കഥ. 2018-ലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, കളക്ടർ വർക്ക്സ് ഓഫ് ബില്ലി ദ കിഡ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡഡ് പോംസ് എന്ന് പറയുന്ന വർക്ക് ഉണ്ട്. A verse novel by Mikhail Ondaatje, published in 1970. Mikhail Ondaatje is important person in Canadian literature. Important ആണ്, നോക്കിയിരിക്കുക കേട്ടോ. It chronicles and interprets important events in the life of William Bonney, Akka, Billy the Kid, and his conflict with the sheriff Pat Garrett and all. Okay, next we have got യാൻ മാർട്ടൽ. നമുക്ക് എല്ലാവർക്കും അറിയാം യാൻ മാർട്ടൽ അല്ലെ. ലൈഫ് ഓഫ് പൈ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ അല്ലെ? ലൈഫ് ഓഫ് പൈ എഴുതിയിട്ടുണ്ടായിരുന്ന ഫേമസ് ആയിട്ടുള്ള റൈറ്റർ ആണ് യാൻ മാർട്ടൽ, who was born in 1963. He was born in Salamanca, Spain, and his first language is French, but he writes in English. And he wrote the Man Booker Prize winning novel ലൈഫ് ഓഫ് പൈ. പിന്നീട് നമുക്ക് ആ നോവലിനെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന് ആ സെയിം നെയിമിലുള്ള മൂവി അഡാപ്റ്റേഷനിലൂടെയാണ്. ലൈഫ് ഓഫ് പൈ നമ്മുടെ എല്ലാവരുടെയും ഇൻട്രസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരു എല്ലാവർക്കും എൻജോയ് ചെയ്യുന്ന ഒരു മൂവിയാണല്ലോ. അപ്പൊ അതിലൂടെയാണ് ലൈഫ് ഓഫ് പൈ വരുന്നത്. മേജർ വർക്ക്സ് എന്ന് പറയുന്നത് നമ്മുടെ യാൻ മാർട്ടലിലെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത് 7 സ്റ്റോറീസ്, ദ ഫാക്ട് ബിഹൈൻഡ് ദ ഹെൽസ്നിക് റൊക്കാമാഷിയോസ്, ദെൻ ഇതെന്ന് പറയുന്ന കളക്ഷൻ ഓഫ് 4 ഷോർട്ട് സ്റ്റോറീസ് ഇൻക്ലൂഡിംഗ് ദ ടൈറ്റിൽ സ്റ്റോറി ഇറ്റ് സെൽഫ്, ആൻഡ് സെൽഫ് എന്ന് പറയുന്ന വർക്ക് ഉണ്ട്, ലൈഫ് ഓഫ് പൈ എന്ന് പറയുന്ന വർക്ക് ഉണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന് മേജർ വർക്ക്സ് എന്ന് പറയുന്നത്. 7 സ്റ്റോറീസ്, ദ ഫാക്ട്സ് ബിഹൈൻഡ് ദ ഹെൽസിനിക് റൊക്കാമാറ്റിയോസ് എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് 4 ഷോർട്ട് സ്റ്റോറീസ് ആണ് കേട്ടോ. The facts behind ഹെൽസിങ്കി റൊക്കമാഷിയോസ് എന്ന് പറയുന്ന വർക്കാണ്. ആൻഡ് ലൈഫ് ഓഫ് പൈ ആണ് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് 2001 പബ്ലിഷ് ചെയ്ത വർക്ക്. വി ഐ ദ ചിൽഡ്രൻ ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ഉണ്ട്. ബിയാട്രിസ് ആൻഡ് വെർജിൽ, ആൻഡ് 101 ലെറ്റേഴ്സ് ടു പ്രൈം മിനിസ്റ്റർ, ദ കംപ്ലീറ്റ് ലെറ്റേഴ്സ് ടു സ്റ്റീഫൻ ഹാപ്പർ എക്സെട്ര, ദ ഹൈ മൗണ്ടൻസ് ഓഫ് പോർച്ചുഗൽ എക്സെട്ര ഇദ്ദേഹത്തിന്റെ വർക്ക്സ് ആണ്. എനിവേസ് ലൈഫ് ഓഫ് പൈനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദ നോവൽ ഹാസ് സോൾഡ് മോർ ദാൻ 10 million കോപ്പീസ് വേൾഡ് വൈഡ്. അത്രയും പോപ്പുലർ ആയിട്ടുള്ള നോവലാണ്. ആണ് നമ്മളൊക്കെ അന്ന് കുഞ്ഞായതുകൊണ്ടായിരിക്കണം, മീൻസ് ഞാനൊക്കെ 9th-ലോ 8th-ലൊക്കെ പഠിക്കുന്ന സമയത്താണ് ലൈഫ് ഓഫ് പൈ വന്നതെന്നാണ്, സിനിമ വന്നതെന്ന് തോന്നുന്നു. 9th-ലോ 10th-ലൊക്കെ ആണ്. അപ്പൊ നമുക്ക് ലൈഫ് ഓഫ് പൈ നോവൽ വായിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും എന്താ ചെയ്തത്, മൂവി കാണാൻ ചെയ്തത്, ലൈക്ക് എന്നെ പോലുള്ളവരെല്ലാം. ഓക്കെ, ആൻഡ് it was rejected by at least 5 London publishing houses before being accepted by North Canada. അപ്പൊ ഒരുപാട് പബ്ലിഷിംഗ് ഹൗസസ് റിജക്ട് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ആയിരുന്നു ലൈഫ് ഓഫ് പൈ. പിന്നീട് അത് എന്ത് ചെയ്യുന്നുണ്ട്, 10 million കോപ്പീസ് ആയിട്ട് വിറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വർക്ക് ആയിട്ട് മാറി. ആൻഡ് സെപ്റ്റംബർ 2001 ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യാൻ മാർട്ടൽ വൺ ദ മാൻ ബുക്കർ പ്രൈസ് ഇൻ ദ ഫോളോയിങ് ഇയർ 2002. ആൻഡ് ദ പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയുന്ന പിസൈൻ മോളിറ്റർ, പൈ എന്ന് പറയുന്ന പട്ടേൽ, ആൻ ഇന്ത്യൻ
boy from Pondicherry, India, who explores issues of spirituality and metaphysics from an early age. And അദ്ദേഹം 27 days അദ്ദേഹം സർവൈവ് ചെയ്യാണ് after a shipwreck while stranded on a lifeboat in the Pacific Ocean with the Bengal tiger, which raises questions about the nature of reality and how it is being perceived and told. അടിപൊളി സ്റ്റോറി. 227 ദിവസം അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു ഷിപ്രക്ക് അപകടത്തിന് ശേഷം അദ്ദേഹം കടലിൽ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഹീസ് ബീൻ എന്താ പറയാ, പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ലാൻഡ് ഐലൻഡ് കണ്ട് അദ്ദേഹം രക്ഷപ്പെടുകയാണ്. ആൻഡ് 227 days അദ്ദേഹം അലോൺ അല്ല, ഈ ഒരു കടലിനകത്ത് ഒരു ബംഗാൾ ടൈഗറിന്റെ കൂടെയാണ് അദ്ദേഹം ലൈഫ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ലിസൺ, ഇറ്റ് ഈസ് എ വെരി 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 നാച്ചുറലി എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള അടിപൊളി നോവലാണ് ലൈഫ് ഓഫ് പൈ എന്ന് പറയുന്നത്. ബിയാട്രിസ് ആൻഡ് വെർജിൻ എന്ന് പറയുന്ന അടുത്ത വർക്ക് ഉണ്ട്. ഫസ്റ്റ് പബ്ലിഷ് ഇൻ April 2010 and it contains an allegorical tale about representation of Holocaust, Beatrice and Virgin. And the title is an allusion of two of the main characters in Dante's allegory, Divine's Comedy. It tells the story of Henry, a novelist who receives the manuscript of a play in a letter form from a reader. അതായത് ഈ സ്റ്റോറി എന്ന് പറയുന്നതിനകത്ത് ഹെൻറി ആണ്, ഇതിന്റെ ഒരു നോവലിസ്റ്റ് ആണ് ഹെൻറി എന്ന് പറയുന്ന ക്യാരക്ടർ. ആൻഡ് ഹു റിസീവ്സ് ദ മാനുസ്ക്രിപ്റ്റ് ഓഫ് എ പ്ലേ ഇൻ എ ലെറ്റർ from a reader. And intrigued Henry traces the letter to a taxidermist and who introduces him to the play's protagonist, two taxidermy animals, Beatrice, a donkey, and a Virgil, a monkey. സത്യം പറഞ്ഞാൽ ഈ ലെറ്റർ തപ്പി പോയിട്ട് അദ്ദേഹം ഒരു ടാക്സിഡർമിസ്റ്റിനെ കാണുകയാണ്. ആൻഡ് അദ്ദേഹമാണ് ഇതിനകത്തെ നോവലിസ്റ്റ്, ഈ നോവലിലെ പ്രോട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള ഒരു ടു ടാക്സിഡർമി ആനിമൽസ് ആയിട്ടുള്ള ബിയാട്രിസിനെയും വെർജിലിനെയും കാണുന്നത് കേട്ടോ. ആൻഡ് ലോറൻസ് ഹില്ലാണ് അടുത്ത റൈറ്റർ എന്ന് പറയുന്നത്. 1957 അദ്ദേഹം ജനിച്ചത്. American couple who had immigrated to Toronto from Washington, D.C. in 1953. And his father was African American and his mother was white. And he is known for the 2007 novel, The Book of Negroes. Lawrence Hill is famous for The Book of Negroes. Notable works അദ്ദേഹത്തിന്റെ famous ആയിട്ടുള്ള മറ്റൊരു നോവൽ എന്ന് പറയുന്നത് Some Great Thing, Blackberry, Sweet Juice. Some Great Thing is the first novel by Lawrence Hill. Then we have got Margaret Lawrence, who was very important writer, and she is famous for her Manawaka novel. Canadian novelist and short story writer, and is one of the major figures in Canadian literature. She was also a founder of the Writers of Trust of Canada, a non-profit literary organization that seeks to encourage Canada's writing community. And her first published piece in The Land of Our Father, which was submitted to a competition held by Winnipeg Free Press. Okay. And Margaret Lawrence എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റർ ഇൻ ദ സെൻസ് ദാറ്റ് ഷീ വാസ് എ ഫൗണ്ടർ ഓഫ് റൈറ്റേഴ്സ് ട്രസ്റ്റ് ഓഫ് കാനഡ. ഈ റൈറ്റേഴ്സ് ട്രസ്റ്റ് ഓഫ് കാനഡ എന്ന് പറയുന്നത് ഒരു നോൺ പ്രോഫിറ്റ് ലിറ്റററി ഓർഗനൈസേഷൻ ആണ്. ആൻഡ് ദാറ്റ് സീക്സ് ടു എൻകറേജ് കാനഡാസ് റൈറ്റിംഗ് കമ്മ്യൂണിറ്റി. മുഴുവനായിട്ടുള്ള കാനഡയുടെ റൈറ്റിംഗ് കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് റൈറ്റേഴ്സ് ട്രസ്റ്റ് ഓഫ് കാനഡ. ദിസ് ഇസ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ലിറ്റററി ഓർഗനൈസേഷൻ. ഓക്കെ. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പബ്ലിഷ്ഡ് പീസ് ആണ് ദ ലാൻഡ് ഓഫ് അവർ ഫാദർ എന്ന് പറയുന്നത്. ഈ വർക്ക് വിച്ച് വാസ് സബ്മിറ്റഡ് ടു എ കോമ്പറ്റീഷൻ ഹെൽഡ് ബൈ വിനിപെഗ് ഫ്രീ പ്രസ്. ഓക്കെ. അതിലൊരു കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് നമ്മളുണ്ടല്ലോ കഥ കോമ്പറ്റീഷൻസ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ അല്ലെ, ഡിഗ്രി പി ജിക്ക് ഒക്കെ പഠിക്കുന്ന സമയത്ത്. സോ അതുപോലുള്ള ഇറ്റ് വാസ് എ കോമ്പറ്റീഷൻ പീസ് ആയിരുന്നു ദ ലാൻഡ് ഓഫ് അവർ ഫാദർ. ആൻഡ് ദിസ് സ്റ്റോറി കണ്ടെയ്ൻസ് ദ ഫസ്റ്റ് അപ്പിയറൻസ് ഓഫ് ദ നെയിം മനവക്ക. അതിനകത്താണ് മനവക്ക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫിക്ഷണൽ ടൗൺ ആയിട്ടുള്ള ആ ഒരു ടൗണിന്റെ അപ്പിയറൻസ് വരുന്നത്. മനവക്ക നോവൽസ്, എ ഫിക്ഷണൽ കനേഡിയൻ ടൗൺ ആണ് മനവക്ക എന്ന് പറയുന്നത്, വിച്ച് ഈസ് ബീൻ യൂസ്ഡ് ഇൻ മെനി ഓഫ് ഹർ നോവൽ. ഓക്കെ. ഒരുപാട് നോവൽസിന്റെ മാർഗരറ്റ് ലോറൻസ് മനവക്ക എന്ന് പറയുന്ന ടൗൺ ഉപയോഗിച്ചിട്ടുണ്ട്. ലെറ്റ്സ് സീ വിച്ച് ആർ ദ മനവക്ക നോവൽസ്. Manawaka is a fictional town in Canadian province of Manitoba. മനിതോബയിലുള്ള ഒരു ഫിക്ഷണൽ ടൗൺ ആണ് മനവക്ക എന്ന് പറയുന്നത്. ആൻഡ് ദ ടൗൺ നമ്മുടെ വില്യം ഫോക്നർ ഒക്കെ കൊണ്ടുവന്ന ഫിക്ഷണൽ ടൗൺ പോലെ മനവക്ക എന്ന് പറയുന്നത് നമ്മുടെ മാർഗരറ്റ് ലോറൻസിന്റെ ഫിക്ഷണൽ ടൗൺ ആണ്. ഓക്കെ. ആൻഡ് ദ ടൗൺ വാസ് ബേസ്ഡ് ഓൺ ലോറൻസസ് റിയൽ ലൈഫ് ഹോം ടൗൺ നീപ്പാവയുമായിട്ടൊക്കെ സാമ്യമുള്ള സ്റ്റോറിയാണ് മനവക്ക. നമ്മളെ സ്വാമി ആൻഡ് ഫ്രണ്ട്സിലെ അദ്ദേഹത്തിന്റെ മാൽഗുഡി ഡേയ്സിലൊക്കെ മാൽഗുഡി എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ ടൗൺ ആണല്ലോ നമ്മുടെ ആർ.കെ. നാരായണന്റെ. അതേപോലെ മനവക്ക സീക്വൻസിൽ ഏതൊക്കെയുണ്ട്? ഈ മനവക്ക എന്ന് പറയുന്ന പ്ലേസിൽ സെറ്റ് ചെയ്തിട്ടുള്ള നോവൽസ് ആണ് സ്റ്റോൺ ഏഞ്ചൽ, ജസ്റ്റ് ഓഫ് ഗോഡ്, ദ ഫയർ ഡ്വെല്ലേഴ്സ്, എ ബേർഡ് ഇൻ ദ ഹൗസ്, ഡിവൈനേഴ്സ് എക്സെട്ര. സ്റ്റോൺ ഏഞ്ചലൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ്, അറിഞ്ഞിരിക്കുക. എ ജസ്റ്റ് ഓഫ് ഗോഡ്, ദ ഫയർ ഡ്വെല്ലേഴ്സ്, എ ബേർഡ് ഇൻ ദ ഹൗസ്, ഡിവൈനേഴ്സ് ഒക്കെ മനവക്ക നോവൽസ് ആണ്. ഇദ്ദേഹത്തിന്റെ വർക്ക്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. The Stone Angel tells a story of ഹേഗർ കരി ഷിപ്ലി. ഹേഗർ ഷിപ്ലിയുടെ കഥയാണ് ദ സ്റ്റോൺ ഏഞ്ചൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ഹേഗർ ക്യൂരി ഷിപ്ലി. സോറി,
ഹേഗർ ക്യൂരി ഷിപ്ലിയുടെ കഥ, അല്ലെങ്കിൽ ഹേഗർ ഷിപ്ലി എന്നാണ് നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വരാറ്. ഹേഗർ ഷിപ്ലി, ദ സ്റ്റോൺ ഏഞ്ചൽ. ആൻഡ് ഇൻ ദ പ്രസന്റ് ഷീ ഈസ് 90 years old ആൻഡ് ഹേഗർ struggles against being put in the nursing home which she sees a symbol of death. അവളെ എന്ത് ചെയ്യണം, അവസാനം നഴ്സിംഗ് ഹോമിൽ കൊണ്ടേ ആക്കുകയാണ്. ആൻഡ് അവിടെ നിന്നിട്ട് ഷീസ് ആ ഒരു പ്ലേസിനെ അവൾ എന്ത് ചെയ്യാണ്, സിമ്പിൾ ഓഫ് ഡെത്ത് ആയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ലീവ് ദർ. And it is narrated in the first person by Hager with a stream of consciousness utilized at times. ഒരുപാട് മെമ്മറീസിലൂടെയൊക്കെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്കിലൂടെയാണ് സ്റ്റോൺ ഏഞ്ചലിനെ വിവരിക്കുന്നത്. ഹേഗർ ഷിപ്ലി flees when she finds out that her son Marvin and her daughter-in-law Doris plan to place her in the nursing home. ഹേഗർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സമയം കൊണ്ട് ഒളിച്ചോടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ മോനായിട്ടുള്ള മാർവിനും അദ്ദേഹത്തിന്റെ ഡോട്ടറായിട്ടുള്ള ഡോറിസും അദ്ദേഹത്തിനെ നഴ്സിംഗ് ഹോമിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഷീ ട്രൈസ് ടു ഫ്ലീ ബട്ട് ഷീ വാസ് പുട്ട് ഇൻ ദ നഴ്സിംഗ് ഹോം. And she finds an abandoned cannery in which to spend the night. And when she is found the next day, she is suffering. And she finds an abandoned cannery. അതായത് അവിടെ ഫ്ലീ ചെയ്യുന്ന സമയത്ത് she finds അവിടെ നിന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരുപാട് അദ്ദേഹത്തിന് അസുഖങ്ങൾ പിടിപെട്ടു. ആൻഡ് she is suffering from exposure and is so ill, and she ends up in the hospital. And there she is secured to be bed to prevent her from running again. അങ്ങനെയാണ് അവള് നഴ്സിംഗ് ഹോമിലാകുന്നത്. ഷീ ഈസ് എ വെരി ബോൾഡ് വുമൺ. നമ്മുടെ ഹേഗർ ഷിപ്ലി, അദ്ദേഹത്തിന്റെ പാസ്റ്റ് ഒരുപാട് നമ്മൾക്ക് പഠിക്കേണ്ടതുണ്ട്. ആൻഡ് ദിസ് ഇസ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ നെഗറ്റീവ് ബിഗിൻസ് ടു ഇൻക്ലൂഡ് ഫ്ലാഷ് ബാക്ക് സീൻസ് ദാറ്റ് ആർ ഓൾസോ പ്രസന്റഡ് ഇൻ ദ പ്രസന്റ് ടെൻസ്. അതായത് ഒരു ഒളിച്ചോട്ടം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതായത് അദ്ദേഹത്തിന്റെ മോൻ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന് നമ്മുടെ നഴ്സിംഗ് ഹോമിൽ കൊണ്ടാക്കണം എന്ന് കണ്ടപ്പോൾ ഒളിച്ചോടി. പക്ഷെ അദ്ദേഹത്തിന് പിടിക്കപ്പെട്ടിട്ട് ഹോസ്പിറ്റലിലായി. അവിടെ നിന്നിട്ടാണ് ഇതിന്റെ ഫ്ലാഷ് ബാക്കിലൂടെ ഹേഗർ ഷിപ്ലിയുടെ കഥ പറയുന്നത്. ആൻഡ് അതാണ് നമ്മുടെ സ്റ്റോൺ ഏഞ്ചൽ. ആൻഡ് സ്റ്റോൺ ഏഞ്ചൽ എന്ന് പറയുന്ന ആ ടൈറ്റിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദ മരവിച്ച ഹാർട്ട് ഓഫ് ഹേഗർ ഷിപ്ലി. ഭയങ്കര രസമുള്ള ഒരു കഥയാണ്. And next we have The Diviners, which was published in 1974. It was Lawrence's final novel and is considered one of the classics of Canadian literature. And The Diviners follows the story of fictional Canadian novelist Morg Gunn. Morg Gunnന്റെ കഥ പറയുന്ന Diviners important ആണ്. Morag Gunn. Morag's life is believed to be loosely based upon Lawrence's personal experiences, and the protagonist of the novel is Morag Gunn, and fiercely independent writer who grew up in Manawaka, Manitoba. Morag has a difficult relationship with her daughter Pick and her Metis lover Jules Tonnery, and struggles to maintain her independence. അതായത് ഇതിനകത്ത് മോറഗ് ഗൺ എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് റൈറ്ററിനെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ആൻഡ് ദിസ് has been set in Manawaka, which has been a fictional town in Manitoba. And next we have got Timothy Finley, and he was born in 1930 and died in 2002. Timothy Irving Frederick Finley എന്നാണ് അദ്ദേഹത്തിന്റെ full name, who was a Canadian novelist and playwright. അദ്ദേഹത്തിന്റെ notable works ഏതൊക്കെയാ? The Wars, Headhunter, Pilgrim, Elizabeth Rex, etc. And Wars എന്താണ് കഥ പറയുന്നത്? 1977ലാണ് Wars സെറ്റ് ചെയ്തിട്ടുള്ളത്. Follows the story of Robert Rose, a 19-year-old Canadian who enlisted in the World War I after the death of his beloved older sister in an attempt to escape both his grief and school norms of oppressive Edwardian society. വാർസ് എന്ന് പറയുന്നത് റോബർട്ട് റോസ് എന്ന് പറയുന്നത് ഒരു 19 വയസ്സുകാരനായിട്ടുള്ള കനേഡിയൻ ആണ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്, വേൾഡ് വാർ I സത്യം പറഞ്ഞാല് അദ്ദേഹത്തിന് മീൻസ് ഒരു പ്രണയം ഉണ്ടായിരുന്നു. ആൻഡ് ഷി വാസ് ലെഫ്റ്റ് ആൻഡ് ഹി വാസ് ഡിപ്രസ്ഡ്. ആൻഡ് അത് മാറാൻ വേണ്ടിയിട്ട് അദ്ദേഹം വേൾഡ് വാർ I പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. അതാണ് ദ വാർസ് എന്ന് പറയുന്നത്. നല്ല രസമുള്ള ഒരു കഥയാണ്. Now we have got Carol Shields, who was born in 2000. Date മാറിപ്പോയതാണ്. And American born Canadian novelist and short story writer, best known for her 1993 novel The Stone Diaries, won the Pulitzer Prize for fiction. Well, the സ്റ്റോൺ ഡയറീസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പുലിറ്റ്സർ പ്രൈസും അതേപോലെ ജേണൽ അവാർഡ്സ് ഇൻ കാനഡയും വാങ്ങിക്കുന്നുണ്ട്. സ്റ്റോൺ ഡയറീസ്. സ്റ്റോൺ ഏഞ്ചൽ ആരുടെ വർക്കാണ്? സ്റ്റോൺ ഏഞ്ചൽ സ്റ്റോൺ ഏഞ്ചൽ എന്ന് പറയുന്നത് നമ്മുടെ മാർഗരറ്റ് ലോറൻസിന്റെ വർക്കാണ്. സ്റ്റോൺ ഡയറീസ് ആയിട്ട് വർക്കാണ് കാരൽ ഷീൽഡ്സ് ഡയറി. മറ്റേ സ്റ്റോൺ ഏഞ്ചൽ ബൈ മാർഗരറ്റ് ലോറൻസ് ഏഞ്ചൽ. ഓക്കെ, നമ്മുടെ കൃഷ്ണന്റെയിലും ക്രിസ്ത്യാനിയിലും ഒക്കെ ക്രാ ഉള്ള പോലെ ഏഞ്ചലിലെ എല്ലാം ഉണ്ട്. അതേപോലെ സ്റ്റോൺ ഏഞ്ചലിലെ എല്ലാം ഉണ്ട്. കാരൽ ഷീൽഡ്സ്
ലോറൻസിലും L ഉണ്ട്. പിന്നെ ഇതിനകത്ത് സ്റ്റോൺ ഡയറീസ് ആണ്. ഷീൽഡിൽ D ഉണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ലൂ ആയിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. സ്റ്റോൺ ഡയറീസ് ആണ്. കാരൽ ഷീൽഡ്സ് മാറിപ്പോകരുത്. ആൻഡ് ഇത് ചോദിക്കാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൺഫ്യൂസ് ആക്കാറുണ്ട്. കാരൽ ഷീൽഡ്സ് won the 1998 Orange Prize for Fiction for her 1997 novel Larry's Party. Her last novel Unless ആണ്, which was published in 2002, was nominated for 2002 Giller Prize and the Governor General of Canada Literary Award, the Booker Prize and the 2003 Orange Prize for Fiction. And Carol Shield ജനിച്ചിരിക്കുന്ന 2005 സോറി, അത് മാറ്റേണ്ടതുണ്ട്. ഓക്കെ, I'll edit and will give to you. Okay, Alice Munro, who was born in 1931, the first Canadian to get Nobel Prize for Literature ആണ് 2013 ആലിസ് മുൺറോക്ക് നോബൽ പ്രൈസ് കിട്ടുന്നത്. സോ ഫസ്റ്റ് കനേഡിയൻ ടു വിൻ എ നോബൽ പ്രൈസ് ആലിസ് മുൺറോയാണ്. മാർഗരറ്റ് ചാറ്റ്വുഡ് is still waiting. കിട്ടിയിട്ടില്ല കേട്ടോ. മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് in 2009 and she is also 3-time winner of Canada's Governor General's Award for Fiction and received the Writers' Trust of Canada in 1996. Munro's fiction is most often set in her native Huron County in southwestern Ontario. And Alice Munro is important. പക്ഷെ നെറ്റിന്റെ പെർസ്പെക്റ്റീവില് ഒന്നും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും മാർഗരറ്റ് ചാറ്റ്വുഡ് ആണ്. ഈവൻ ദോ ആലിസ് മുൺറോയെയും ചോദിക്കാറുണ്ട്. ഓക്കെ, പഠിച്ചിരിക്കുക കേട്ടോ. സ്റ്റോറീസ് എക്സ്പ്ലോർ ഹ്യൂമൻ കോംപ്ലക്സിറ്റീസ് ഇൻ എൻ അൺകോംപ്ലിക്കേറ്റഡ് പ്രോസ് സ്റ്റൈൽ. ആൻഡ് നോട്ടബിൾ വർക്ക്സ് എന്ന് പറയുന്നത് ഡാൻസ് ഓഫ് ദ ഹാപ്പി ഷെയ്ഡ്സ്, ലീവ്സ് ഓഫ് ദ ഗേൾസ് ആൻഡ് വിമൻ, സംതിങ് ഐ ഹാവ് ബീൻ meaning to tell you, who do you think you are, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മേജർ ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത്. ഡാൻസ് ഓഫ് ദ ഹാപ്പി ഷെയ്ഡ്സ് എന്ന് പറയുന്നത് 1968 it won the 1968 Governor General's Award for Fiction. Lives of the Girls and Women 1971 ആൻഡ് ഒരു കനേഡിയൻ ബുക്ക് സെല്ലർ അവാർഡ് അദ്ദേഹത്തിന് ഈ ഒരു വർക്കിൽ കിട്ടിയിട്ടുണ്ട്. സംതിങ് ഐ ഹാവ് ബീൻ മീനിങ് ടു ടെൽ യു എന്ന് പറയുന്ന വർക്ക് ഉണ്ട് 1974. ഹൂ ഡു യു തിങ്ക് യു ആർ എന്ന് പറയുന്ന 1978 വർക്ക് ഉണ്ട്. സോ ദിസ് ഓൾ ആർ ഇമ്പോർട്ടന്റ്. ഈ ഹൂ ഡു യു തിങ്ക് യു ആറിന് എന്ത് ചെയ്യാണ്, ഇറ്റ് വൺ ദ ഗവർണർ ജനറൽസ് അവാർഡ് for fiction and Beggars and also published as a Beggar made shortlisted for the Booker Prize for Fiction 1980. Governor General Award അല്ലെ കനേഡിയൻ അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവാർഡ്സും കാര്യങ്ങളും പഠിച്ചിരിക്കുക കേട്ടോ. ചിലപ്പം ദേ കൻ ആസ്ക്, ഒരു തവണത്തെ നെറ്റിനകത്ത് ഡയറക്റ്റ് ആയിട്ട് നോബൽ പ്രൈസ് റൈറ്റേഴ്സിൽ ആരൊക്കെയാണ് നോബൽ പ്രൈസ് റൈറ്റേഴ്സ് ആയിട്ട് who among them did not won Nobel Prize എന്ന് അങ്ങനെ എന്തോ ഡയറക്റ്റ് ചോദ്യം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. സോ അവാർഡ്സ് ഒക്കെ നോക്കിയിരിക്കാം. റണവേ എന്ന് പറയുന്ന വർക്കുണ്ട് 2004 വിന്നർ ഓഫ് ദി ഗില്ലസ് പ്രൈസ് ആൻഡ് റോജേഴ്സ് റൈറ്റേഴ്സ് ട്രസ്റ്റ് ഫിക്ഷൻ. ദ വ്യൂ ഫ്രം കാസിൽ റോക്ക് 2006, ടു മച്ച് ഹാപ്പിനെസ് 2009 and Dear Life 2012 and she won 2013 Nobel Prize. Okay, so this is all about Canadian literature. Hope you enjoyed the session. We can talk more on Canadian literature through our live session and all. So all the best. Study well and thoroughly. And I'm signing off from Saira, and good night and happy reading. Okay.